ഇറാനെ തകർത്തിട്ടേ അടങ്ങുവെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. എന്നാൽ അതിന് രൂക്ഷമായ ഒരു ഗതിയിലൂടെ, അതായത് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷമാകട്ടെ ഏറ്റവും രൂക്ഷമായ ഒരു ഗതിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇറാൻ ആകട്ടെ യുദ്ധത്തിൽ നിന്നും തങ്ങൾ ഒരിക്കലും പിന്മാറില്ല, വേണമെങ്കിൽ 6 മാസം കൂടി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് കഴിയുമെന്ന നിലപാട് പോലും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെയാണ്. അവയ്ക്ക് വലിയ രീതിയിൽ എണ്ണ വിലയിൽ പോലും ഗണ്യമായ വർധനവുണ്ടാകുകയും രാജ്യത്ത് വലിയ രീതിയിൽ പണപ്പെരുപ്പം അടക്കമുള്ള പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു ഗതിയിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന ഒരു പ്രതീക്ഷ ആദ്യം നൽകിയ ശേഷം പിന്നീട് മലക്കം മറിയുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അത് ആഗോളതലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് ആഗോളതലത്തിൽ ഓഹരി വിപണിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു, ക്രൂഡ് ഓയിലിന്റെ വില പോലും ഗണ്യമായി വർദ്ധിക്കുന്നു, സ്വർണ്ണ വിലയിൽ പോലും നേരിയ ഇടിവ് സംഭവിക്കുന്നു, പിന്നീട് വില വർധനവുണ്ടാകുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് വലിയ രീതിയിൽ എന്തിനധികം പറയുന്നു, ക്രിപ്റ്റോ കറൻസി വിപണിക്ക് പോലും കനത്ത ആഘാതമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ആഘാതമാകട്ടെ ആഗോളതലത്തിൽ സാധാരണക്കാരിലേക്ക് പോലും എത്തുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രതിസന്ധിയായ കാര്യം. മാത്രമല്ല ഇത് സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കാൻ സാധിക്കുന്ന ഒന്നായി മാറുകയാണ്. US-ഉം ഇസ്രയേലും കനത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ സൈനിക ശക്തിക്ക് ഇപ്പോഴും സാരമായ ആഘാതം ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഓഹരി വിപണിയിലും മറ്റ് രീതിയിൽ പോലും അയൽ രാജ്യങ്ങളെ ആണെങ്കിലും മറ്റു രാജ്യങ്ങളെ പോലും ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ, അതേപോലെ തന്നെ US സൈനിക താവളങ്ങൾക്ക് നേരെ, ഇസ്രയേലിന് നേരെ ആക്രമണവും കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ഒരു വിദേശ മാധ്യമമാണ് ഇക്കാര്യങ്ങൾ, അതായത് US-ഉം ഇസ്രയേലും കനത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ സൈനികർക്ക് ഇപ്പോഴും സാരമായ ആഘാതം ഏറ്റിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ഏറെക്കുറെ തന്നെ തകർന്നെന്നും സൈനിക ശക്തി അവിടെ ക്ഷയിച്ചെന്നുമുള്ള, അതായത് മിസൈലുകളൊക്കെ തന്നെ അവരുടെ പക്കൽ നിന്നും തീർന്നു പോയി എന്ന വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ്, അതായത് ട്രംപിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ 50% ആയുധ ശേഖരങ്ങൾ ഇപ്പോഴും അവിടെ സജീവമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. മിസൈൽ ലോഞ്ചറുകൾ, ഡ്രോണുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ആക്രമണത്തെ തുടർന്നുകൊണ്ട് ചില ലോഞ്ചറുകൾ ഇറാൻ മാറ്റിയിട്ടുണ്ട് എന്നും അവ പക്ഷേ അവിടെ തകർന്നിട്ടില്ല എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 10,000-ലേറെ വരുന്ന ലക്ഷ്യസ്ഥാനങ്ങളെയാണ് ഇറാനിൽ ഇതിനോടകം തന്നെ US ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേൽ US സഖ്യം നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖൊമേനി, രാജ്യത്തിന്റെ സുരക്ഷാ മേധാവിയായിരുന്ന അലി ലരിജാനി തുടങ്ങിയ പ്രമുഖർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പെന്റഗൺ രംഗത്ത് വരികയും ചെയ്തു. ഇറാന്റെ 90% ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നശിപ്പിച്ചെന്ന് പെന്റഗൺ വാദിക്കുമ്പോൾ, എന്നാൽ മറു സൈഡിൽ ഇറാൻ ആകട്ടെ അവരുടെ കൈവശം അത്യാധുനിക മിസൈലുകൾ കൂടിയുണ്ട്, തങ്ങൾ അത് പുറത്തെടുക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിനും വെല്ലുവിളികൾക്കും വഴങ്ങാതെ തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള സൗകര്യം അവിടെ തന്ത്രപൂർവ്വം തന്നെ ഇറാൻ തുടങ്ങിയതായി തന്നെയാണ് വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസിനെ പനാമ കനാൽ, സൂയിസ് കനാൽ എന്നിവ പോലെ തന്നെ പണം വാരുന്ന മേഖലയാക്കി തന്നെ മാറ്റാൻ നിലവിലെ സാഹചര്യം അവസരമൊരുക്കുകയാണ് എന്നതാണ് ഇറാന്റെ പക്ഷം. ടോൾ പിരിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവരാൻ ഇറാൻ ഇവിടെ പാർലമെന്റിൽ, അതായത് ഇറാൻ പാർലമെന്റിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ പെട്ടുപോകുന്നത് മറ്റു പല രാജ്യങ്ങളുമാണ്. കൂടുതൽ പ്രതിസന്ധികൾ ഈ രാജ്യത്തിന് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആഘാതങ്ങളെ എല്ലാം തന്നെ മറികടക്കാൻ പല വഴികളും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാന്റെ പക്ഷത്തു നിന്നും, അതേപോലെ ഇസ്രയേൽ US സഖ്യത്തിന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ പോലും ഒരു വലിയ പ്രതീക്ഷ തരുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനങ്ങൾ പോലും വരുന്നില്ല എന്നതും ഇവിടെ വസ്തുതാകരമാണ്. ഇതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമായി മാറുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.